ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി കോംബോ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ മലായി ചിക്കൻ ടിക്ക ഹന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റുള്ളൊരു കറിയാണ്, ചിക്കൻ കറിയാണ്. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയാലും അടിപൊളിയാണ്. അതുപോലെ തന്നെ ഒരു പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ പെർഫെക്റ്റ് ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് ഞാൻ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. മലായി ചിക്കൻ ടിക്ക ഹന്തി റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാനിതൊരു ചിക്കൻ എടുത്തിട്ടുണ്ട്, ചില്ലി പീസ് ആക്കിയിട്ടാണ് കട്ടാക്കിയ. 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ തന്നെ ഗരം മസാല പൗഡർ, 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ 2 ടീസ്പൂണോളം റെഡ് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണിലും കുറവ് ക്യുമിൻ സീഡ് പൊടിച്ചതും ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത്, പിന്നെ 1/4 കപ്പോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണും ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടില്ലേ, എല്ലാം കൂടി മിക്സ് ആക്കിയെടുക്കുക. ഇത് കറക്റ്റ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. എന്നാലാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുക. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് 1/2 മണിക്കൂർ മാറ്റി വെക്കുക. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിനി. അപ്പോൾ പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. നേരത്തെ പറഞ്ഞ പോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ വെക്കുക, ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്കില്ലേ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ മസാല കുറച്ച് കളഞ്ഞിട്ടില്ലേ ചിക്കൻ മാത്രം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. മസാലയിലെ നമുക്ക് മാറ്റി വെക്കണം, ലാസ്റ്റ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്ന സമയം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മസാല ഇല്ലാണ്ട് ചിക്കൻ ഇങ്ങനെ ആ മസാല ഒന്ന് കളഞ്ഞിട്ട് ചിക്കന് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഫ്രൈ ആക്കി എടുക്കുക. 2 ഭാഗം ഒരുപോലെ നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ നല്ലോണം ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് കൊടുക്കുക. ജസ്റ്റ് 2 ഭാഗവും ചിക്കൻ്റെ 2 ഭാഗവും നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിയിലെല്ലാം പെർഫെക്റ്റ് റെസിപ്പിയാണ്. അതുപോലെ തന്നെ പുതിയ ആപ്പിളമാർക്ക് രാവിലെ എന്തുണ്ടാക്കുക, രാത്രി എന്തുണ്ടാക്കുക എന്നെല്ലാം ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർക്കെല്ലാം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി കറിയാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നല്ല ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു കറിക്ക്. പൊറോട്ടൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെയും അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് പോകും. അതുപോലെ തന്നെ നെയ്ച്ചോറായാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനില്ലേ 1 ഭാഗം കുക്കായിട്ട് വന്നേരം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ഭാഗം കുക്കായിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇല്ലേ, ഞാൻ ഉംറക്ക് പോകുന്ന ടൈം കുറേ ആൾക്കാർ എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറയാൻ പറഞ്ഞു. അപ്പോൾ അപ്പോൾ എല്ലാവർക്കും വേണ്ടിക്ക് ഞാൻ ദുആ ചെയ്തിട്ടുണ്ടായിനി. അതുപോലെ തന്നെ ഒരുപാട് മെസ്സേജ് കണ്ടിട്ടുണ്ടായിനി. എല്ലാവർക്കും കമൻസിന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല, സോറി. മക്കളെ കൂട്ടിയിട്ടില്ല എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന് ഉമ്മർക്ക് പോകുമ്പം. ഇല്ല കേട്ടോ, എക്സാമിൻ്റെ എല്ലാം ടൈം ആയതുകൊണ്ട് മക്കൾ ആരും ഞാൻ കൂട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇല്ലെങ്കിൽ പ്രശ്നമാവില്ലേ പഠന കാര്യം എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. ഞാനില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു കാര്യം ഷെയർ ആക്കാം കേട്ടോ. സാധാരണ പരീക്ഷൻ്റെ പേപ്പറും കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര ലഹള തന്നെ ആയിരിക്കും. അത് അധിക വീടുകളിൽ അങ്ങനെ തന്നെ ആയിരിക്കും. പരീക്ഷാ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ മാർക്ക് കുറഞ്ഞു അതിൻ്റെ പേരിൽ നമ്മൾ എല്ലാവരും, പാരൻസ് ആയാലും കുട്ടികൾക്കായാലും ഭയങ്കര ടെൻഷനായിരിക്കും. നമ്മളിൽ മക്കളെ ഒരുപാട് കുറ്റപ്പെടുത്തിയാലൊന്നും മാർക്ക് കൂടാനൊന്നും പോകുന്നില്ല. അവർക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ സോൾവ് ആകും കേട്ടോ. നമ്മളെ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് മാർക്ക് കുറയുന്നത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കണം. ഇല്ലേ, നമ്മൾ മക്കൾ ഭയങ്കരമായിട്ട് പഠിക്കുന്നുണ്ടാവും, എന്നാലും പരീക്ഷയിൽ മാർക്ക് കിട്ടൂല. എന്നാലും ചിലർ ചിന്തിക്കും നമ്മളെ കുട്ടികൾക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോന്ന്. ചിലപ്പോൾ എല്ലാം പഠിച്ചിട്ടും കുട്ടികൾക്ക് മാർക്ക് കിട്ടുന്നില്ല. അതിലെ നമ്മളെ കുട്ടികളെ എക്സാം എങ്ങനെ എഴുതണമെന്നും കൂടി പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇനിയിപ്പം പബ്ലിക് എക്സാമിനെല്ലാം ഒരു 3 മാസം മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കേണ്ടത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഇപ്പോൾ 8th, 9th, 10th പഠിക്കുന്ന കുട്ടികൾക്കല്ലേ വളരെ ക്രൂഷ്യലാണ് ഈ ഒരു 3 മാസങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളെ കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ എന്തായിക്കോട്ടെ, അതിന് ബെസ്റ്റ് ചോയ്സ് ആൽബിഡോ എഡ്യൂക്കേറ്ററാണ് കേട്ടോ. ഞാനിതെൻ്റെ പേഴ്സണൽ ട്രസ്റ്റിൽ നിന്നാണ് കേട്ടോ നിങ്ങളോട് പറയുന്നത്. കൃത്യമായിട്ട് കുട്ടികളെ മനസ്സിലാക്കി ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് ഇവർ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ ഏത് പ്രോബ്ലംസ് ആയാലും ഇതിവർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഈ വരുന്ന പബ്ലിക് എക്സാമിലെല്ലാം അവർക്ക് ബെസ്റ്റ് മാർക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ എക്സാം ഓറിയൻറ്റഡ് റിവിഷൻ ക്ലാസ്സുകളൊക്കെ
റിവിഷൻ ക്ലാസ് എല്ലാം ഇവർ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികൾ മുതൽ ഏതെങ്കിലും സബ്ജക്റ്റിൽ കോൺസെപ്റ്റ് റെഡി ആവാത്ത കുട്ടികളെല്ലാം ഉണ്ടാവില്ലേ, ഇവർക്കെല്ലാം ആൽബിഡോ ഇതെല്ലാം ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആൽബിഡോ എന്ന് തന്നെ അറിയും. അതുപോലെ തന്നെ 3-4 വിഷയങ്ങളിലെല്ലാം പരാജയപ്പെട്ടിട്ട് കുട്ടികളെ വിജയിപ്പിച്ച് ഇന്ന് ഹയർ പൊസിഷനിലേക്ക് എത്തിച്ച ഒരു ചരിത്രം കൂടിയുണ്ട് കേട്ടോ. ചരിത്രം കൂടിയുള്ള ഒരു സ്ഥാപനമാണ് ആൽബിഡോ എന്ന് പറയുന്നത്. ഇനിയിപ്പില്ലേ നിങ്ങൾക്ക് ഇവരുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മുഴുവൻ തുകയും ഇവർ തിരിച്ചു തരികയും ചെയ്യും. ഇത്രയും ഉറപ്പോട് കൂടിയിട്ട് അവർക്കിത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ അത്രയും റിസൾട്ട് ഫോക്കസ്ഡ് ആണെന്ന് നിൽക്കും മനസ്സിലാവുമല്ലോ. ഇനിയിപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്യാനൊന്നും സമയം എടുക്കണ്ട, പെട്ടെന്ന് തന്നെ അവരെ കോണ്ടാക്ട് ചെയ്തോട്ടാ. കാര്യം നിങ്ങൾ കുട്ടിക്ക് ഇതൊരു വഴിത്തിരിവാവും എന്ന് എനിക്ക് എന്താ പറയുക, ഞാൻ ഉറപ്പ് പറയുന്നത്, എനിക്കൊരു സംശയമില്ല ഈ ഒരു കാര്യത്തിൽ. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിലേ ഞാൻ താഴെ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം, ഞാൻ നമ്പർ കൊടുക്കാം, നിങ്ങൾ അതിൽ വിളിച്ചാൽ മതി. നിങ്ങൾ എന്തായാലും വിളിച്ചു നോക്കുക, വീഡിയോ കാണുന്ന എല്ലാവരും വിളിച്ചു നോക്കുക. നിങ്ങളെ കുട്ടികൾക്ക് ഒരു മാറ്റം ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ താഴെ കൊടുക്കുക. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കുട്ടികളുടെ സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ വീണ്ടും പറയാമെന്ന്, ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾ മടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ മാസവും ആൽബിഡോനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യലുണ്ട്. അത്രയും എനിക്ക് ബെസ്റ്റായിട്ട് തോന്നുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഇൻഫർമേഷൻ നിങ്ങളെ അറിയിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാലേ അവർക്ക് ഫ്രീ സെക്ഷൻ ഉണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ വീക്ക് പോയിൻറ്റും കാര്യങ്ങളും എല്ലാവരും മനസ്സിലാക്കും. അത് തികച്ചും ഫ്രീ ആണ് കേട്ടോ. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സെഷനിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ കോഡായ YT002 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യാം. പിന്നില്ലേ നിങ്ങൾ തലയുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യുക, എന്നിട്ട് സെക്ഷൻ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ട്യൂഷൻ എടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ തന്നെ ആയിരിക്കും കേട്ടോ ആൽബിഡോ എഡ്യൂക്കേറ്റർ. ഇപ്പം തന്നെ പോയിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചിക്കനിൽ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതേ ഓയിലിലേക്ക് തന്നെ അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു 6 അല്ലി ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 6 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, 2-3 പട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ടില്ലേ ഇതിൻ്റെ സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ചിക്കൻ ഫ്രൈ ആക്കി എടുത്ത ശേഷം ഓയിലില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം ഇതിലിട്ട് കൊടുക്കാൻ വേണ്ടിക്ക്, നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ഈ വറ്റൽമുളകെല്ലാം ഇത്ര തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നല്ലൊരു സ്മെല്ല് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടില്ലേ ഈ ഒരു ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കില്ലേ ഒരു 10-15 പരിപ്പില്ലേ അതിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വെളുത്ത എള്ളുണ്ടാവില്ലേ അതൊരു 1/4 കപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം വഴറ്റിയെടുക്കുക. ഇതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാലല്ലേ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുക നമ്മുടെ കറിക്ക്. അപ്പോൾ എള്ളില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എന്നാലും ഉണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കുക. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ, ഉള്ളി നല്ലോണം ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഇതെല്ലാം വഴറ്റിയെടുക്കുക. എന്നിട്ടില്ലേ അത് വേറൊരു പാത്രത്തിലേക്ക് തണിയാൻ വേണ്ടിക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പം സെയിം പാത്രത്തിലേക്കില്ലേ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും കരിയാണ്ട് തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് കളറ് ചേഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും സ്മെല്ല് മാറുന്നത് വരെ ഞാൻ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പില്ലേ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് നമ്മൾ നേരത്തെ വഴറ്റിയ ഉള്ളി കശുനട്ടല്ലേ അത് കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഒരു 1/4 കപ്പോ 1/2 കപ്പോ വെള്ളത്തിൽ അത് തണിഞ്ഞാൽ മാത്രം വേണം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടിക്ക്. പിന്നെ നമ്മൾ നേരത്തെ ചിക്കന് മസാല പുരട്ടിയിട്ടില്ലേ ആ ഒരു മസാല മാറ്റി വെക്കാൻ പറഞ്ഞിട്ടില്ലേ അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കുക. ഇതിൻ്റെ എല്ലാം മസാലേൻ്റെ എല്ലാം ഒരു കുത്തുന്ന സ്മെല്ലുണ്ടാവില്ലേ, സ്മെല്ല് മാറുന്നത് വരെ നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ വഴറ്റുമ്പം കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ മിക്സ് ആക്കിയിട്ടില്ലേ നല്ലോണം തിളപ്പിച്ചെടുക്കലാണ്. അപ്പോൾ ഇതാ നല്ലോണം തിളച്ചിട്ട് ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഇങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ. അപ്പോൾ ഇതാ ചിക്കന് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ഇല്ലേ
ബോൺലെസ് ആയിട്ടുള്ള എല്ലില്ലാത്ത പീസാണ് ഇത് ചെയ്തെടുക്കുക. പക്ഷേ നമുക്ക് എല്ലുള്ള പീസുള്ള ചിക്കനാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ചില്ലി പീസായിട്ടാണ് ഒരു ചിക്കന് വാങ്ങിയത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലില്ലാത്ത പീസ് അങ്ങനെ കട്ടാക്കിയിട്ട് ഈ ഒരു ഗ്രേവി, ഈ ഒരു ചിക്കൻ മലായി ചിക്കൻ ടിക്ക ഹന്തി റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ അടച്ചു വെച്ച് കുക്കാക്കി എടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ടില്ലേ ലാസ്റ്റ് അവസാനമായിട്ട് ഇതിലേക്ക് ഫ്രഷ് ക്രീമും ഒരു 1/4 കപ്പോ 1/2 കപ്പോ ഫ്രഷ് ക്രീമും ഒരു 1/2 കപ്പ് മൊസറല്ല ചീസ് ഉണ്ടാവില്ലേ, അത് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. അതെന്തായാലും ചേർത്ത് കൊടുക്കുക. എന്നിട്ടില്ലേ അവസാനം ഇതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് അടച്ചു വെക്കുക, ആ ഒരു ചീസൊന്നും മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഇനി ഇതിലേക്കില്ലേ ലാസ്റ്റായിട്ട് നമുക്ക് ചാർക്കോൾ കത്തിച്ചെടുക്കാം. ഇതിൻ്റെ ആ ഒരു സ്മെല്ലിൽ ഭയങ്കര ടേസ്റ്റ് കൊടുക്കും കേട്ടോ, ഭയങ്കര ഫ്ലേവർ കൊടുക്കും ഈ ഒരു ചിക്കൻ കറിക്ക്. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ഫോളോ ചെയ്യുക. എന്നാലല്ലേ നിങ്ങൾക്ക് പാർട്ടിയിലെല്ലാം സ്റ്റാർ ആകാൻ പറ്റിയ ഐറ്റം എന്നെല്ലാം പറയൂലേ, ഇതാരാ ഉണ്ടാക്കിയെന്നെല്ലാം ചോദിക്കുന്ന അത്ര അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഒന്ന് ചാർക്കോളൊന്ന് കത്തിച്ചിട്ട് അതൊന്ന് പുകച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രേവിക്ക് മൊത്തത്തിൽ നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ അടച്ച് വെച്ച് കൊടുക്കലാണ്. നമ്മുടെ ചിക്കൻ മലായി ചിക്കൻ ടിക്ക ഹന്തി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ കുറുമക്കറി അതുപോലത്തെ ഒന്നല്ല കേട്ടോ, വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. എല്ലാ ഐറ്റത്തിൻ്റെ കൂടെയും നെയ്ച്ചോറ്, ചപ്പാത്തി, പൊറോട്ട, ദോശ എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കാം. പിന്നെ ഇതിൽ ഏറ്റവും ബെസ്റ്റ് എനിക്ക് പൊറോട്ടയാണെന്ന് തോന്നിയിട്ടുണ്ടായിനി. അതുകൊണ്ട് തന്നെ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പൊറോട്ടൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ ഷെയർ ആക്കുന്നുണ്ട്. കുട്ടികൾക്ക് പോലും വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അധികം പൊറോട്ട ശരിയായിട്ടില്ല എന്ന് പറയൂലേ, അപ്പോൾ ഇല്ലേ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി പൊറോട്ടൻ്റെ റെസിപ്പിയും കൂടി ഷെയർ ആക്കാം. ഇതിൽ ചോറും മുട്ടയും വെച്ചിട്ടുണ്ടാക്കുന്ന പൊറോട്ടയാണ്. ഞാനിപ്പോൾ കുറച്ച് അധികം വേണമെന്നുണ്ടായതുകൊണ്ട് തന്നെ 2 കപ്പോളം ചോറ്, വേവിച്ച ചോറില്ലേ, ഇത് ഞാനിപ്പോൾ പൊന്നി റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് റൈസും എടുക്കാം. അപ്പം വേവിച്ച ചോറ് 250 ml കപ്പിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാ 2 കപ്പ് അരിക്ക് 2 കപ്പ് ചോറിന് 2 മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടില്ലേ നല്ലോണം പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഈ ചോറും മുട്ടയും കൂട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ പൊറോട്ടയിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ മൈദയോ ആട്ടപ്പൊടിയോ രണ്ടാലും കുഴപ്പമില്ല. ഇതിപ്പം ഞാൻ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദയും 1 കപ്പ് ആട്ടപ്പൊടിയും എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടി മാത്രമായിട്ട് എടുക്കുക. അതെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിക്ക്. ഞാനിതിപ്പം മൊത്തത്തിലാണ് ഇട്ട് കൊടുത്തത്. അപ്പം ആവശ്യത്തിന് മാത്രം മൈദ ഇട്ടിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കൂലേ, അതിലും കുറച്ചുകൂടി ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതാ നല്ലോണം പ്രസ് ചെയ്തിട്ട് കൗണ്ടർ ടോപ്പിന് മുകളിലിട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇത് നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ മാത്രം കുഴച്ചാൽ മതി. പൊറോട്ടക്കെല്ലാം കുഴക്കുന്ന പോലെ ഭയങ്കര കുറേ ടൈമൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ ചപ്പാത്തിനെക്കാട്ടിയും കുറച്ച് ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിക്ക്. ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുഴച്ചെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുകയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞേരം ഞാൻ ഇതുപോലെ 4 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും പരത്തിയെടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ചപ്പാത്തിയെല്ലാം പരത്തൂലേ അതുപോലെ പരത്തിയെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ ഇട്ടിട്ട് പരത്തിയെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് തന്നെ പരത്തിയെടുക്കുക കേട്ടോ. ഞാനിപ്പം കുറച്ച് മൈദ ഇട്ടിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇനിയിപ്പില്ലേ ഇത് പൊറോട്ടൻ്റെ ആ ഒരു ലെയറായിട്ട് കിട്ടാൻ വേണ്ടിക്ക് നമ്മൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലും കുറച്ച് മൈദയും കൂടി ഒന്ന് കുടഞ്ഞെടുക്കുന്നുണ്ട്. ആ ഒരു ലെയർ കിട്ടാൻ വേണ്ടിക്കാണ്. പിന്നില്ലേ ഇത് ഈസിയാണ്, ഭയങ്കര ഈസിയാണ്. സാധാരണ നമ്മൾ ദോശയെല്ലാം ചൂടുന്ന പോലെ അല്ലെങ്കിൽ ചപ്പാത്തിയെല്ലാം ചൂടുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എന്നാലും പൊറോട്ടനെക്കാട്ടി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ 2 ദിവസം വെച്ച് രാത്രി ഉണ്ടാക്കി പിറ്റേ ദിവസം രാവിലെ ആകുമ്പം പൊറോട്ട എല്ലാം കുറച്ച് ഹാർഡാവില്ലേ. പക്ഷേ ചോറും മുട്ടയും ഉപയോഗിച്ചിട്ട് ഇത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം വെച്ചാലും നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ ഞാൻ ഓയിലും കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ റോളാക്കി കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇതിൽ 4 ഞാൻ കട്ടാക്കി എടുക്കലാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ടാക്കി എടുക്കുക.
അപ്പോൾ ഇതാ കട്ടാക്കിയിട്ടില്ലേ, ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ആ ഒരു എന്താ പറയുക പൊറോട്ടയ്ക്ക് ഉണ്ടാകുന്ന ഒരു ലെയർ ഉണ്ടാവില്ലേ, അത് വരും കേട്ടോ. ഇത് ഭയങ്കര ഈസിയാണ്. എന്താ പറയുക വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് പൊറോട്ടയിൽ ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുമ്പോൾ കുറേ സമയം കുഴച്ച് വെക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പരത്തണം, അടിക്കണം, അങ്ങനെയല്ലേ. പക്ഷേ ഇത് അതിനൊന്നും ആവശ്യമില്ല. നല്ല പൊറോട്ടനെക്കാട്ടി ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഐറ്റം കൂടിയാണ്. ഇപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഓരോന്ന് കട്ടാക്കി വെച്ചിട്ടില്ലേ, ആ ഒരു ബോൾസില്ലേ ഇതുപോലെ പരത്തിയെടുക്കലാണ്. വലുതായിട്ടൊന്നും പരത്തിയെടുക്കണ്ട, പൊറോട്ടനെക്കാട്ടി കുറച്ച് ചെറിയ സൈസിലാണ് പരത്തിയെടുക്കുന്നത്. എല്ലാ ഭാഗവും നല്ലോണം പരത്തിയെടുക്കുക. ഇതാ ഈ ഒരു നല്ല റൗണ്ട് ഷേപ്പ് ആകുന്നത് വരെ പരത്തിയെടുക്കുന്നുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ പരത്തിയെടുക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പം സാധാ നമ്മൾ പൊറോട്ട ചപ്പാത്തിയെല്ലാം ചൂടുന്ന പോലെ തന്നെയാണ്. പാന് നല്ലോണം ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ഒരു ഭാഗം കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗീയും വെളിച്ചെണ്ണയും കൂടി മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഡാൽഡ, അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ, അങ്ങനെ എന്തും, ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ തന്നെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ 2 ഭാഗവും തിരിച്ചിട്ട് കൊടുക്കലാണ്. ഞാൻ കുറച്ച് ഓയിലാണ് കേട്ടോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഡാൽഡ എല്ലാം ആകുമ്പം ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവും. അപ്പോൾ ഇതാ എല്ലാ ഭാഗവും ഒരുപോലെ ചെറുതായിട്ട് ഇത് പൊങ്ങി വരും കേട്ടോ. എല്ലാ ഭാഗവും ഒരുപോലെ കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. എന്നിട്ടില്ലേ ഇത് നമുക്ക് ഇന്ന് കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളെ ആയാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവുമേ. ഞാനിതാ മൊത്തത്തിൽ കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. പൊറോട്ടനെക്കാട്ടും അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു മലായി ചിക്കൻ ടിക്ക ഹന്തി റെസിപ്പിയും ട്രൈ ആക്കി നോക്കുക. നമ്മളിതുവരെ ഉണ്ടാക്കിയ കറികളിലും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്, ഭയങ്കര ഫ്ലേവറാണ്. അപ്പോൾ ഇതാ ഇത് രണ്ടും കൂടിയിട്ട് അടിപൊളി കോംബോ ആണ്. പിന്നെ ഈ പൊറോട്ടയിൽ ഭയങ്കര സോഫ്റ്റാണ്. ഞാനിപ്പം ഉണ്ടാക്കിയ വാടാണ് കഴിക്കുന്നത്. ഇത് കുറച്ചും കൂടി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിക്ക്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും, ബൈ.